Good afternoon. How are you, children? Okay. Today we shall start our EVS class. EVS class. Then now we discuss about food we eat. What did you eat in the morning? Doshe? Idiyappam? Okay. What have you for lunch today? We eat several types of food, isn't it? Okay. പലതരം ഭക്ഷണം നമ്മൾ കഴിക്കാറുണ്ട്, പല സമയങ്ങളായിട്ട് കഴിക്കാറുണ്ടല്ലേ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നതും പഠിക്കാൻ പോകുന്നതും ഫുഡിനെ കുറിച്ച് തന്നെയാണ്. ഓക്കെ, അവർ ലെസൺ ഈസ് ഫുഡ് വി ഈറ്റ്. ഫുഡ് വി ഈറ്റ്. ദിസ് ഈസ് അവർ ലെസൺസ് നെയിം. ഓക്കെ, all living things need food to live. Food gives us health and strength. It also helps us to grow. Food gives us energy to play, work and study. Is it? Okay അല്ലേ? നമുക്ക് ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും, ജീവനുള്ളവയ്ക്കെല്ലാം വളരണമെങ്കിൽ, ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ഭക്ഷണം കഴിക്കണം. ഫുഡ് ഗിവ്സ് അസ് ഹെൽത്ത് ആൻഡ് സ്ട്രെങ്ത്. നമുക്ക് ഭക്ഷണം എന്ത് നമ്മൾ കഴിക്കുന്നത്? നമുക്ക് ആരോഗ്യവും ശക്തിയൊക്കെ ഉണ്ടാവാൻ അല്ലേ? നമുക്ക് വളരാനും എന്താവശ്യമാണ്? ഫുഡ് ആവശ്യമാണ്. പിന്നെ ഭക്ഷണം നമുക്ക് എന്തൊക്കെയാണ് തരുന്നത്? ഭക്ഷണം നമുക്ക് എന്തൊക്കെ കിട്ടുന്നു? നിങ്ങൾക്ക് കളിക്കണ്ടേ? കളിക്കണമെങ്കിൽ എന്ത് വേണം? ആരോഗ്യം വേണം അല്ലേ? ശക്തി വേണം. അപ്പം അതിനെന്ത് കഴിക്കണം? ഫുഡ് കഴിക്കണം അല്ലേ? വാട്ട് ഹാപ്പൻസ് ഇഫ് യു ഡു നോട്ട് ഈറ്റ് ഫുഡ്? ഫുഡൊന്നും കഴിച്ചില്ലേ വിചാരിക്കുക. വാട്ട് ഹാപ്പൻഡ്? വി ആർ വെരി ടയേർഡ് അല്ലേ? എനിക്ക് തീരെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ മരണത്തിനൊരു കാരണമാവും അല്ലേ? അപ്പം നമുക്ക് വളരാൻ ഫുഡ് വേണം. ഹെൽത്തി ആവാൻ, ആരോഗ്യവാനായിരിക്കാൻ ഫുഡ് വേണം അല്ലേ? അപ്പോൾ ഫുഡ് ഗിവ് അസ് എനർജി ടു, നിങ്ങൾക്ക് കളിക്കണമെങ്കിൽ എനർജി ടു പ്ലേ, കളിക്കണമെങ്കിൽ ആരോഗ്യം വേണ്ടേ? അതിനും ഫുഡ് കഴിക്കണം അല്ലേ? പിന്നെ നമുക്ക് ജോലി ചെയ്യണമെങ്കിൽ, പഠിക്കണമെങ്കിൽ, എന്ത് ചെയ്യണമെങ്കിൽ നമുക്ക് ഭക്ഷണം വേണം. അപ്പോൾ ഭക്ഷണം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലേ? ഫണ്ടമെൻ്റൽ നീഡ്സ് ആണ് അല്ലേ? എയർ, വാട്ടർ അല്ലേ? ഫുഡ് അല്ലേ? എയർ ടു ബ്രീത്ത്, വാട്ടർ ടു ഡ്രിങ്ക്, ഫുഡ് ടു ഈറ്റ്, ഹൗസ് ടു ലീവ് അല്ലേ? ക്ലോത്ത്സ് ടു വെയർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമുക്കറിയുകയും ചെയ്യാം. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നല്ല ക്ഷീണം അനുഭവപ്പെടും. ഓക്കെ, നെക്സ്റ്റ് വി സ്റ്റഡി സോഴ്സസ് ഓഫ് ഫുഡ്. Plants and animals are the main source of food. Plants, trees and animals, the main source of food. Isn't it? അല്ലേ? ചെടികളിൽ നിന്നും മരങ്ങളിൽ നിന്നും കിട്ടുന്ന പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ഇതൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത് അല്ലേ? പിന്നെ ജീവജാലങ്ങളിൽ നിന്ന്, ജീവികളിൽ നിന്ന്, മൃഗങ്ങളിൽ നിന്ന്, പക്ഷികളിൽ നിന്നൊക്കെ നമുക്ക് ഭക്ഷണം കിട്ടുന്നു. പക്ഷികൾ എന്ത് തരുന്നു? എഗ്സ് അല്ലേ? വിച്ച് ബേർഡ്സ്? ഏത് പക്ഷികളൊക്കെയാണ് നമുക്ക്? ഹെൻ, ഡക്ക്, കിവി എന്നില്ലേ? കാട. പക്ഷിയൊക്കെ നമുക്ക് അല്ലേ? കോഴിയില്ലേ? താറാവ്, കാട, പക്ഷികളുടെ ഒക്കെ മുട്ട കഴിക്കാറുണ്ടല്ലേ? കോഴികൾ തന്നെ പലതരം കോഴികളുണ്ടല്ലേ? സാധാ നാടൻ കോഴികളുണ്ട്, ഗിനിക്കോഴിയുണ്ട്, വൈറ്റ് ലെഗോണില്ലേ, അങ്ങനെ പലതരം കോഴികളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ജീവികളിൽ നിന്ന്. പിന്നെയോ അനിമൽസ്, മൃഗങ്ങളിൽ നിന്ന് നമുക്ക് ഏതൊക്കെ മൃഗങ്ങളാണ് നമുക്ക് ഉപകാരപ്രദമായ മൃഗങ്ങൾ? ഒരുപാട് മൃഗങ്ങളുണ്ട്, അനിമൽസ് ഉണ്ടല്ലേ? നമുക്ക് മിൽക്ക് തരുന്ന അനിമൽസ് ഏതൊക്കെയാണ്? യെസ്, കൗ, ഗോട്ട്, ബഫലോ അല്ലേ? തുടങ്ങിയവ അല്ലേ? കവിൽ നിന്ന് നമുക്ക് മിൽക്ക് കിട്ടുന്നു. ഗോട്ടും മിൽക്ക് തരുന്നു. അങ്ങനെ പിന്നെ ഹണി കുടിച്ചിട്ടുണ്ട് നിങ്ങൾ? തേൻ. തേൻ ഏത് ജീവി ഉണ്ടാക്കുന്നത്? ഹണി ബി അല്ലേ? അപ്പോൾ നമുക്ക് ചെടികളും അതുപോലെ ജീവികളും, മൃഗങ്ങളും, പക്ഷികളൊക്കെ നമുക്ക് ഭക്ഷണം തരുന്നു. മെയിൻ സോഴ്സ് എന്താണ്?
plants, trees and animals are source of food. ഭക്ഷണം ഇവിടെ നിന്നെല്ലാം കിട്ടുന്നു എന്ന്. പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആർ ദി മെയിൻ സോഴ്സ് ഓഫ് ഫുഡ്. Look at this picture. മനസ്സിലായോ? The plants അല്ലേ, പ്ലാന്റ്സ് നമുക്ക് ഫ്രൂട്ട്സ് അല്ലേ, വെജിറ്റബിൾസ് എക്സെട്ര ഒക്കെ കിട്ടുന്നു അല്ലേ. ദെൻ ഇതെന്താണ്? കൗ അല്ലേ, മിൽക്ക് തരുന്നു. ദെൻ കണ്ടില്ലേ ഫിഷ് അല്ലേ, ഫിഷിൻ്റെ മീറ്റ് കഴിക്കും നമ്മളല്ലേ. ദെൻ ഹെൻ എഗ്സ് തരുന്നു അല്ലേ. അപ്പോൾ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആർ ദി മെയിൻ സോഴ്സ് ഓഫ് ഫുഡ് ഫ്രം പ്ലാന്റ്സ്. പ്ലാന്റ്സ് നമുക്ക് എന്തൊക്കെ കിട്ടുന്നത് കണ്ടില്ലേ? Look at this picture. Fruits and vegetables അല്ലേ. Then plants give us fruits. Okay, plants give us fruits. Variety kinds of fruits. അല്ലേ, അതിലെല്ലാ ഫ്രൂട്ട്സും ഇല്ലേ, ഇത്തിരി ഫ്രൂട്ട്സ് മാത്രമേ ഉള്ളൂ. ഇത് മാത്രമല്ല, ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് അല്ലേ. സോ മെനി ഫ്രൂട്ട്സ് ആർ ദർ. ഇതിനകത്ത് കുറച്ചേ ഉള്ളൂ, നമുക്ക് ഫ്രൂട്ട്സ് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ പ്ലാന്റ്സ് ഗിവ് അസ് ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സ് മാത്രമാണോ കിട്ടുന്നത്? നോ, വെജിറ്റബിൾസ് ഉണ്ടല്ലേ, ഇതിലും അല്പം വെജിറ്റബിൾസ് മാത്രമേ ഉള്ളൂ, എല്ലാ വെജിറ്റബിൾസൊന്നും ഇല്ല. ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ടല്ലേ. ഫുഡ് ഫ്രം പ്ലാന്റ്സ്, വി ഗെറ്റ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് cereals, pulses and nuts from plants. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മേക്ക് us healthy അല്ലേ. ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ നമുക്ക് നമ്മുടെ ആരോഗ്യം കാക്കുന്നതിന്, നമുക്ക് നമ്മളെ ആരോഗ്യവാന്മാരാക്കുന്നതിൽ ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനൊക്കെ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. Then source of food, where do we get food? Plants and animals are give us food, isn't it? Then food from plants, we get vegetables, fruits, cereals, pulses, nuts etc. get from plants, isn't it? Okay, then cereals പറഞ്ഞാൽ തന്നെ ഫ്രൂട്ട്സ് പറഞ്ഞാൽ പഴങ്ങൾ, വെജിറ്റബിൾസ് പച്ചക്കറികൾ. then cereals ധാന്യങ്ങൾ ഇതൊക്കെയാണ്. എന്തറിയാമോ? റൈസ് അരിയാണ്. then മെയ്സ് ചോളം അല്ലേ. then മില്ലറ്റ്സ് ചാമ. then വീറ്റ്, ഓക്കെ, ബാർലി. ഇനി ഒരുപാടുണ്ട്. റൈസ്, വീറ്റ്, മെയ്സ് ആർ cereals അല്ലേ. ചാമ, ചോളം അല്ലേ, റാഗി, ബജ്ര തുടങ്ങി ഒരുപാട് ധാന്യവർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ cereals മീൻസ് ധാന്യങ്ങൾ. പ്രധാനപ്പെട്ട കുറച്ച് പേരും പഠിച്ചു വയ്ക്കുന്നതൊക്കെയാണ് റൈസ്, വീറ്റ്, മെയ്സ്. രണ്ടു മൂന്നെങ്കിലും പഠിച്ചു വയ്ക്കണം കേട്ടോ. റൈസ്, വീറ്റ് ആൻഡ് മെയ്സ് ആർ cereals. ഇതിൽ റൈസ് ഉണ്ട്, ദെൻ റൈസ്, ദെൻ മെയ്സ്, വീറ്റ്. പിന്നെ ഉണ്ട്, ഒരുപാടുണ്ട്. അത് കുറച്ചെങ്കിൽ 2-3 പേരിൽ ഓർത്ത് വയ്ക്കുക. റൈസ്, വീറ്റ് ആൻഡ് മെയ്സ്. ഓക്കെ, സർ ഇതൊക്കെ അരി, ഗോതമ്പ്, ചോളം, ചാമ, ബജ്ര, റാഗി, ഇതൊക്കെ ധാന്യവർഗ്ഗങ്ങളിൽ പെടുന്നു. ഓക്കെ, കഴിഞ്ഞ ഇനിയുണ്ട്. എന്താണ്? പൾസസ് പറഞ്ഞാൽ എന്താണ്? പൾസസ് പറഞ്ഞാൽ പയറ് വർഗ്ഗങ്ങൾ. പീ, ഗ്രീൻ ഗ്രാം ആൻഡ് ബീൻസ് ആർ പൾസസ്. ബീൻസ് അറിയില്ലേ? ബീൻസ് കഴിച്ചിട്ടില്ലേ? ദെൻ പീ പറഞ്ഞാൽ പയർ അല്ലേ. ഗ്രീൻ ഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ചെറുപയർ അല്ലേ. ചെറുപയർ, കടല, മുതിര, പരിപ്പ്, ഇതൊക്കെ ഇല്ലേ, കഴിച്ചില്ലേ നിങ്ങൾ? ഇതൊക്കെ ഏത് വർഗ്ഗത്തിൽപ്പെടുന്നു? പൾസസ്. cereals ഇതൊക്കെ ഇടുന്ന ധാന്യവർഗ്ഗങ്ങൾ അല്ലേ. അരി, ഗോതമ്പ് അല്ലേ, നെല്ല്, ഗോതമ്പ്, ചോളം അല്ലേ, ബാർലി, ഇതൊക്കെ ധാന്യവർഗ്ഗമാണ്. പൾസസ് എന്ന് പറഞ്ഞാൽ പയറുവർഗ്ഗങ്ങൾ. പയറ്, ബീൻസ്, ചെറുപയർ, കടല, ഉഴുന്നൊക്കെ ഇല്ലേ, ഇതെല്ലാം ഇതിൽ പെടുന്നു, പൾസസിൽ പെടുന്നു. ഇനി ഇതൊക്കെ ഇവിടെ നമുക്ക് കിട്ടുന്നു. വി ഗെറ്റ് ഫ്രം പ്ലാന്റ്സ്.
ഇതെന്തറിയാമോ? വാട്ട് ഇസ് ദീസ്? നട്ട്സ്. നട്ട്സ് എന്താണ്? പരിപ്പ് വർഗ്ഗങ്ങളല്ലേ. ഇതെന്തൊക്കെ നട്ട്സ് നിങ്ങൾക്ക് കാണുന്നത്? വാട്ട് യൂസ് ചെയ്ത്? എന്താ? കാഷ്യൂ നട്ട് അല്ലേ? കാഷ്യൂ നട്ട് കഴിച്ചിട്ടില്ലേ? ഇത് നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. എന്താണ്? കോക്കനട്ട് അല്ലേ? പീനട്ട്. ഇത് ഗ്രൗണ്ട് നട്ട്, ഇത് വാൾനട്ട് അല്ലേ? നട്ട്സ് പറഞ്ഞ പരിപ്പുകൾ. പിന്നെ ബദാം തുടങ്ങിയൊക്കെ പരിപ്പുകളാണ് നട്ട്സ് എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം കിട്ടുന്ന എവിടെ നിന്നാണ്? നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നു? ചെടികൾ തരുന്നു അല്ലേ? അപ്പോൾ വി ഗെറ്റ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, cereals, pulses, nuts, etc. get from plants. Okay. Then food from animals. Animals നമുക്ക് ഫുഡ് കിട്ടുന്നുണ്ട്. ഏത് ഐറ്റംസ് ഒക്കെയാണ്? ഫുഡ് ഫ്രം അനിമൽസ്. ഫുഡ് ഫ്രം അനിമൽസ് ഇതിലേക്കാണ് എന്ത്? ഇതൊക്കെയാണ് eggs അല്ലേ? egg, then milk, meat. You see it? Egg, milk, meat, then chicken അല്ലേ? fish. മിൽക്ക് ഐറ്റംസ് ആണ്. മിൽക്ക് ഐറ്റംസ് ഏതൊക്കെയാണ്? വി മേക്ക് കേർഡ്, ബട്ടർ, ഗീ, ചീസ് ആൻഡ് ഐസ്ക്രീം ഫ്രം മിൽക്ക്. മിൽക്കിൻ്റെ വിഭവങ്ങൾ ഏതൊക്കെയാണ്? മിൽക്ക് ഉണ്ടില്ലേ? മിൽക്ക്, പാലിൻ്റെ വിഭവങ്ങൾ ഏതൊക്കെയാണ്? കേർഡ് അല്ലേ? തൈര്, then ബട്ടർ അല്ലേ? വെണ്ണ, ഗീ അല്ലേ? നെയ്യ്, ചീസ്, പാൽക്കട്ടി എന്ന് പറയില്ലേ? മോര്, തൈര്, വെണ്ണ, അതൊക്കെ ഇല്ലേ? ഇതെല്ലാം ഇതിൻ്റെ വിഭവങ്ങളാണ്. മിൽക്കിൻ്റെ വിഭവങ്ങളാണ്. ഫുഡ് ഫ്രം അനിമൽസ് അല്ലേ? മിൽക്കിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് അല്ലേ? ദെൻ ഐസ്ക്രീം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നത്? പാലൊക്കെ വേണ്ടേ? ചേർക്കണ്ടേ? ഓക്കെ. അപ്പോൾ ഇതാണ് ഫുഡ് ഫ്രം അനിമൽസ്. ഓക്കെ. ഫുഡ് ഫ്രം അനിമൽസ് ഏതൊക്കെയാണ്? വി ഗെറ്റ് എഗ്, മീറ്റ്, ഫിഷ് ആൻഡ് മിൽക്ക് ഫ്രം അനിമൽസ്. മാത്രമല്ല ഹണിയൊക്കെ ഉണ്ട്. ഹണി തരുന്നുണ്ട്. ഇതിനകത്ത് ചേർത്തിട്ടില്ല കേട്ടോ, മനസ്സിലാക്കുക. ഓക്കെ. ഫുഡ് ഫ്രം അനിമൽസ് ചെറുതേ കുറച്ചെണ്ണം പറയൂ. വി ഗെറ്റ് എഗ്, മീറ്റ്, ഫിഷ് ആൻഡ് മിൽക്ക് ഫ്രം അനിമൽസ്. വി മേക്ക് കേർഡ്, ബട്ടർ, ഗീ, ചീസ് ആൻഡ് ഐസ്ക്രീം ഫ്രം മിൽക്ക്. മിൽക്ക് ഈസ് ദ മോസ്റ്റ് കംപ്ലീറ്റ് ഫുഡ്. മിൽക്ക് ഈസ് ദ മോസ്റ്റ് കംപ്ലീറ്റ് ഫുഡ്. സമ്പൂർണ്ണ ആഹാരമാണിത്. എല്ലാ വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അല്ലേ? മോരുണ്ടാക്കില്ലേ? മോര്, തൈര് കട്ടിയായ രൂപം അല്ലേ? കട്ടിയായ രൂപമാണ്. കുറച്ചുകൂടി ഏറ്റവും കട്ടിയത് ബട്ടറിലെ വെണ്ണ, നല്ല കട്ടിയായിട്ട് വെണ്ണയാണ് അല്ലേ? പിന്നെ തൈരുണ്ട് കുറച്ചുകൂടി ലിക്വിഡായിട്ട്. ഏറ്റവും നല്ല ലിക്വിഡായിട്ട് ഏതാണ്? മോരാണ് അല്ലേ? പിന്നെ പാൽക്കട്ടി, ചീസ് അല്ലേ? അപ്പോൾ വെണ്ണ, മോര്, തൈര്, നെയ്യ് ഇതെല്ലാം എന്താണ്? മിൽക്കിൻ്റെ അനദർ പാർട്ടുകളാണ്. ഓക്കെ. അപ്പോൾ ഫുഡ് ഫ്രം അനിമൽസ് ഗെറ്റ് വാട്ട് ഡു വി ഗെറ്റ്? eggs, മിൽക്ക്, മീറ്റ്, എക്സെട്ര, ഫിഷ്, എക്സെട്ര. ഓക്കെ. മിൽക്ക് ഈസ് ദ മോസ്റ്റ് കംപ്ലീറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ മിൽക്കാണ് സമ്പൂർണ്ണ ആഹാരം എന്ന് പറയുന്നത്. ഒരുതരം എല്ലാ വൈറ്റമിൻസും അടങ്ങിയ ഫുഡാണ് മിൽക്ക്. ഓക്കെ. ഫുഡ് ഫ്രം അനിമൽസ് കണ്ടില്ലേ? ഓക്കെ. ദെൻ ഹൗ മെനി ടൈംസ് ഡു യു ഈറ്റ് ഫുഡ്? ഒരു ദിവസം എത്ര തവണ കഴിക്കും ഭക്ഷണം നിങ്ങൾ? മീൽസ് ഓഫ് ദി ഡേ ഹൗ മെനി ടൈംസ്? 3 times അല്ലേ? ഹൗ ഡു വി കോൾ ദാറ്റ് ഫുഡ്? ഓരോ ടൈമിലും കഴിക്കുന്നത് നമ്മൾ എന്താ വിളിക്കുന്നത്? മീൽസ് ഓഫ് ദി ഡേ കോൾഡ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ അല്ലേ? ഓരോ സമയത്താണ് കഴിക്കുക അല്ലേ? എന്താണ് പറയുന്നത്? മീൽസ് ഓഫ് ദി ഡേ കോൾഡ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ ഓർ സപ്പർ എന്നും പറയും. ഡിന്നർ ഓർ സപ്പർ എന്ന് പറയും. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ. ഡിന്നർ ഓർ സപ്പർ. ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ്,
What is meant by breakfast? A meal is the food that we eat at regular intervals in a day. We eat 3 meals in a day. We eat 3 meals in a day. ഒരു ദിവസം 3 നേരം നമ്മൾ ഭക്ഷണം കഴിക്കുന്നു അല്ലേ? ഇടയ്ക്കിടയ്ക്ക് അല്ലേ? 3 നേരം ഭക്ഷണം കഴിക്കുന്നതിന് ഓരോന്നിനും ഓരോ പേരുണ്ട്. എന്താണ്? ദി ഫുഡ് വി ഈറ്റ് ഇൻ ദ മോർണിംഗ് ഈസ് ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തെയാണ് എന്ത് വിളിക്കുക? ബ്രേക്ക്ഫാസ്റ്റ്. ദി ഫുഡ് വി ഈറ്റ് ഇൻ ദി മോർണിംഗ് ഈസ് ബ്രേക്ക്ഫാസ്റ്റ്. ദി ഫുഡ് വി ഈറ്റ് ഇൻ ദ നൂൺ ഈസ് ലഞ്ച്. ദി ഫുഡ് വി ഈറ്റ് അറ്റ് noon is lunch. ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണത്തെ വിളിക്കുന്ന പേരെന്താണ്? ലഞ്ച്. ദെൻ ദി ഫുഡ് വി ഈറ്റ് അറ്റ് നൈറ്റ് ഈസ് ഡിന്നർ ഓർ സപ്പർ. ദി ഫുഡ് വി ഈറ്റ് അറ്റ് നൈറ്റ് ഈസ് ഡിന്നർ ഓർ സപ്പർ. ടൈം ഈസ് 7 o'clock. 7 o'clock ഈ കുട്ടി ഭക്ഷണം കഴിക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ്. ദെൻ 1 o'clock. 1 o'clock ഈ കുട്ടി ലഞ്ച് കഴിക്കുന്നു. ദെൻ ഡിന്നർ 8 o'clock. 8 o'clock ഡിന്നർ കഴിക്കുന്നു, ഡിന്നർ ഓർ സപ്പർ. ഓക്കെ. ദി ഫുഡ് വി ഈറ്റ് ഇൻ ദ മോർണിംഗ് ഈസ് ബ്രേക്ക്ഫാസ്റ്റ്. ദി ഫുഡ് വി ഈറ്റ് അറ്റ് ദി noon ഈസ് ലഞ്ച്. ദി ഫുഡ് വി ഈറ്റ് അറ്റ് ദി നൈറ്റ് ഈസ് ഡിന്നർ ഓർ സപ്പർ. ഓക്കെ. Meals of the day. Meals of the day: breakfast, lunch and dinner. Okay. Then water is our friend. ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് കൂടി വേണം? ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമല്ല, അല്ലാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വെള്ളം കുടിക്കണം. വാട്ടർ ഈസ് അവർ ഫ്രണ്ട്. വെള്ളം നമ്മുടെ സുഹൃത്തുക്കൾ. നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം എന്നർത്ഥം. നോക്കി വെള്ളം കുടിക്കുന്ന നോക്കി കുട്ടിയില്ലേ? Our body needs a lot of water. Water helps to digest the food. We should drink at least 8 glasses of water every day. നമ്മുടെ ശരീരം ഒരുപാട് വെള്ളം ആവശ്യമുണ്ട്. നമ്മുടെ ശരീരത്തിന് ഒരുപാട് വെള്ളം ആവശ്യമുണ്ട്. വെള്ളം നമുക്ക് ഭക്ഷണം ദഹിക്കാൻ, ഭക്ഷണ ദഹനത്തിന് വെള്ളം ആവശ്യമുണ്ട്. നമ്മൾ ഒരു ദിവസം 8 ഗ്ലാസോളം വെള്ളം കുടിക്കണം. Our body needs a lot of water. Water helps to digest the food. We should drink at least 8 glasses of water every day. 8 glasses water കുടിക്കണം. 8 ഗ്ലാസ് വെള്ളം നമ്മൾ ഒരു ദിവസം കുടിക്കണം. മറന്നു പോകരുത്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കേണ്ടതാണ്. തീർച്ചയാകുമ്പോൾ മാത്രമല്ലല്ലേ നിങ്ങൾ വെള്ളം കുടിക്കാത്ത, ദാഹിക്കുമ്പോൾ മാത്രമല്ലേ വെള്ളം കുടിക്കുള്ളൂ. അങ്ങനെ മാത്രമല്ല, ഇടയ്ക്ക് വെള്ളം കുടിക്കുക. ദിവസം 8 ഗ്ലാസോളം വെള്ളം കുടിക്കണം. കണ്ടായി കുട്ടികൾ വെള്ളം കുടിക്കുന്നു നോക്കൂ. വാട്ടർ ഈസ് അവർ ഫ്രണ്ട്. വാട്ടർ ഈസ് അവർ ഫ്രണ്ട്. എപ്പോഴും ഫ്രണ്ടിനെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതുപോലെ ഫ്രണ്ടിനെ മീറ്റ്, അതേപോലെ നമ്മൾ വെള്ളം ആവശ്യത്തിന് കുടിക്കണം. ദഹനത്തിന് വെള്ളം മോസ്റ്റാണ്, അത്യാവശ്യമാണ്. ഓക്കെ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു നോക്കിയ ഭക്ഷണം കഴിച്ചു. പിന്നെ കഴിക്കുന്നതിന് മുമ്പും ശേഷമൊക്കെ എന്ത് ചെയ്യണം? വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ആഫ്റ്റർ ഈറ്റിംഗ് ഫുഡ്. ഗുഡ് ഫുഡ് ഹാബിറ്റ്സ് ആണല്ലേ. ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് നല്ല ഭക്ഷണശീലങ്ങളാണ്. ആൾവേസ് ഈറ്റ് ഫ്രഷ് ആൻഡ് ക്ലീൻ ഫുഡ്. ഫുഡ് ഹാബിറ്റ്സ്. ഫുഡ് ഹാബിറ്റ്സ് കണ്ടോ? ഫുഡ് ഹാബിറ്റ്സ് എന്തൊക്കെയാണ് നോക്കാം. ഫുഡ് ഹാബിറ്റ്സ്: വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ് ഫുഡ്. ആഹാരത്തിന് മുമ്പും പിമ്പും കയ്യും വായും കഴുകണം. ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴും കഴിച്ചതിന് ശേഷവും കയ്യും വായും കഴുകണം. ആൾവേസ് ഈറ്റ് ഫ്രഷ് ആൻഡ് ക്ലീൻ ഫുഡ്. chew the food well. Drink plenty of pure water. Rinse your mouth before and after meals. Don't waste food. These are some good food habits. നല്ല ഭക്ഷണശീലങ്ങളാണ്. എന്തൊക്കെയാണ്? ആഹാരത്തിന് മുമ്പും പിമ്പും കയ്യും വായും കഴുകണം. എപ്പോഴും നല്ല ഭക്ഷണം മാത്രമേ കഴിക്കാവുള്ളൂ. അടച്ചു വെച്ച ഭക്ഷണം കഴിക്കണം അല്ലേ? നന്നായി ഭക്ഷണം ചവച്ചരച്ച് കിട്ടണം. കുട്ടികളുണ്ടോ? ചവച്ചരക്കണം. മെല്ലെ മെല്ലെ ഇരുന്ന് ചവച്ചരച്ച് കഴിക്കുന്ന നോക്കുവർ വേഗം എടുത്ത് വിഴുങ്ങരുത്. അതുകൊണ്ട് കയ്യെ കഴുകി വന്നിട്ട് നീറ്റ് ഹാൻഡാണ്. അതാണ് അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നത്. കഴിച്ചതാ മെല്ലെ മെല്ലെ കയ്യെ കഴുകി നോക്കൂ.
കൈ കഴുകുന്നുണ്ട്, പിന്നെ വാഷ് ചെയ്യുന്നുണ്ട്, ഹാൻഡും മൗത്തൊക്കെ വാഷ് ചെയ്യുന്നുണ്ട്, പിന്നെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്ന കുട്ടിയില്ലേ. പിന്നെ അത് അവർ നല്ല ഫ്രീ ആയിട്ട് നല്ല നല്ല ക്ലീനാണ് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നത്. എന്നിട്ട് കഴിക്കുമ്പോൾ മെല്ലെ മെല്ലച്ചു ദ ഫുഡ് വെൽ, നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കാനാണ് പറയുന്നത് അല്ലേ. ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് പ്യുവർ വാട്ടർ, വെള്ളവും കുടിക്കണം. വെള്ളം കുടിച്ചിട്ടില്ലേ കുട്ടി? നല്ല ശുദ്ധമായ വെള്ളവും കുടിക്കണം, നല്ല വെള്ളവും കുടിക്കണം. എല്ലാം തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ പറയും അല്ലേ. അപ്പം നല്ല ശുദ്ധമായ വെള്ളവും കുടിക്കണം. റിൻസ് യുവർ മൗത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ മീൽസ്, ഭക്ഷണം കഴിച്ചതിന് ശേഷം വായും ഒക്കെ നന്നായിട്ട് കഴുകണം അല്ലേ. നല്ല കുലുക്കുഴിഞ്ഞ് കഴിക്കണം, കഴുകി കളയണം അല്ലേ. ബ്രഷ് ചെയ്യാൻ വേണം അല്ലേ. 2 times ബ്രഷ് ചെയ്യാൻ പറയുന്നില്ലേ നമുക്ക് അല്ലേ. രാവിലെ മാത്രമല്ല രാത്രിയും ബ്രഷ് ചെയ്യണം ഭക്ഷണം കഴിഞ്ഞാൽ അല്ലേ. ഡോണ്ട് വേസ്റ്റ് ഫുഡ് എന്നാണ്. എന്താണ്? ഭക്ഷണം വെറുതെ കളയാൻ പാഴാക്കരുത് എന്നാണ്. ഭക്ഷണം പാഴാക്കരുത്. അപ്പോൾ ഗുഡ് ഫുഡ് ഹാബിറ്റ്സ്, വിച്ച് ആർ ദി ഗുഡ് ഫുഡ് ഹാബിറ്റ്സ്? വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ് ഫുഡ്. ആൾവേസ് ഈറ്റ് ഫ്രഷ് ആൻഡ് ക്ലീൻ ഫുഡ്. chew the food well. Drink plenty of pure water. Rinse your mouth before and after meals. Don't waste food. Then remember, what do we learn? That food give us energy to play, work and study. ഇല്ലേ, ഭക്ഷണം നമുക്ക് കളിക്കാനും വർക്ക് ചെയ്യാനും പഠിക്കാനൊക്കെ ഉള്ളല്ലേ. കളിക്കുന്ന കുട്ടി എന്ത് സ്മാർട്ടാണല്ലേ. കളിക്കുന്നത് നോക്കൂ, പ്ലേസ് നോക്കൂ, ഈ കുട്ടി എന്തുമാത്രം സ്മാർട്ടാണ്. അപ്പം അങ്ങനെ സ്മാർട്ടായിട്ട് കളിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഫുഡ് വേണം. ഫുഡ് നമുക്ക് എനർജി തരുന്നു, ഊർജ്ജം തരുന്നു അല്ലേ. പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആർ ദി സോഴ്സസ് ഓഫ് ഫുഡ് അല്ലേ. പ്ലാന്റ്സും അനിമൽസുമാണ് നമ്മുടെ സോഴ്സ് ഓഫ് ഫുഡ്. ഏതൊക്കെയാണ്? പ്ലാന്റ്സിൽ നിന്നും അനിമൽസിൽ നിന്നും നമുക്ക് എന്ത് കിട്ടുന്നു? ഫുഡ് കിട്ടുന്നു അല്ലേ. പ്ലാന്റ്സും അനിമൽസും കിട്ടുന്നില്ലേ. പ്ലാന്റ്സ് എന്താ കിട്ടുന്നത്? ഫ്രൂട്ട്സ് അല്ലേ, വെജിറ്റബിൾസ്, cereals, pulses, nuts, etc. അല്ലേ. ഇതൊക്കെ when do we get? We get from plants. Then which food give from animals? Egg, meat, fish, milk, milk items and honey. These are give from animals. Then we eat 3 meals of a day. How many times we eat meals? We eat 3 times of a day meals. Which are they? Meals of the day is called breakfast, lunch and dinner. We eat 3 meals of a day: breakfast, lunch and dinner. Then food from plants, source of food dividing by food from plants, fruits, vegetables, cereals and pulses give from plants. Food from animals: egg, meat, fish, milk gives from animals. Our body needs water to digest the food we eat. Our body needs water to digest the food. ഭക്ഷണം ദഹിക്കണമെങ്കിൽ നമുക്ക് എന്താ ആവശ്യമുണ്ട്? We need water. We need water to digest food. So we drink at least 8 glasses of water every day. അതുകൊണ്ട് നമ്മൾ 8 ഗ്ലാസ് വെള്ളമെങ്കിലും ഒരു ദിവസം കുടിച്ചിരിക്കണം. ഓക്കെ, can you understand this? അപ്പോൾ ഫുഡ് വീറ്റ് എന്നുള്ള ലെസണിൽ നമുക്ക് മെയിനായിട്ട് നമുക്ക് ഇതൊക്കെയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, സോഴ്സസ് ഓഫ് ഫുഡ്. ഇതൊക്കെയാണ് സോഴ്സ് ഓഫ് ഫുഡ്. ഫുഡ് ഫ്രം പ്ലാന്റ്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, cereals, pulses, nuts are get from plants. Egg, meat, fish, milk are get from animals. Okay, can you understand? Do you enjoy this lesson? Okay, I hope
you enjoy this lesson. Then read the lesson carefully. This is our lesson. Our lesson is food we eat. Okay. ഈ ലെസൺ രസകരമായതല്ല, നന്നായിട്ട് വായിച്ച് നോക്ക്. Then now we shall wind up our class. Then study well. See you next class. Take care. Okay, bye.